ഹലോ ഗൈസ്, വെൽക്കം ടു ടെക് ഫീച്ചർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സാംസങ് S35. അപ്പോൾ ഇത് അനിയന് വേണ്ടി വാങ്ങിച്ച ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോണിൽ എന്തൊന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. സാംസങ് A35 ആൾറെഡി നിറയെ റിവ്യൂസ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും എന്തുകൊണ്ട് നമ്മുടെ ചാനലിൽ കാണണമെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഫുൾ റിവ്യൂ ഞാൻ തരുന്നതായിരിക്കും. ഇനി അടുത്തടുത്ത വീഡിയോസ് ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ച് എന്തൊക്കെ അറിയണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തന്നിട്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഒന്നുമില്ല ഇതിൽ അൺബോക്സ് ചെയ്യാൻ. ചാർജറിന് സോറി, ആ ഒരു സംഭവം ഇല്ലല്ലോ മൊത്തത്തിൽ. ഇനി ഗൈസ്, ഇനി അടുത്തടുത്ത് നമ്മുടെ റിയൽമി, ഒപ്പോ, വിവോ, വൺ പ്ലസ് എല്ലാം തന്നെ ചാർജർ എടുത്ത് മാറ്റാനുള്ള പ്ലാനാണ് ഗൈസ്. മാക്സിമം നമ്മുടെ ടെക് കമ്മ്യൂണിറ്റി ഒരുമിച്ച് നിന്നാലേ ഇതിനെ എതിർത്ത് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ട് ഗൈസ്. ഒന്നുമില്ല, ജസ്റ്റ് എജക്ടർ പിന്നെ കേബിൾ. കേബിളിന്റെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണ് ഗൈസ്. കേബിള് അത്യാവശ്യം കുഴപ്പമില്ല, ക്വാളിറ്റി. ഫോണിൽ പിന്നെ ഫോക്കസും മുഴുവില്ലല്ലോ ഗൈസ്. കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കുക. മാക്സിമം നമ്മൾ അടുത്തടുത്ത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നല്ല പുറപ്പം ക്യാമറ ക്വാളിറ്റി ഒക്കെ വാങ്ങിച്ചു തരാം, കാണിച്ചു തരും. പുറപ്പം ക്യാമറ ക്വാളിറ്റിയിലോട്ട് നമുക്ക് മാറാം. ഓക്കെ, അപ്പോൾ കേബിൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഈ വൈറ്റ് കളർ മാറ്റി ബ്ലാക്കിലോട്ട് മാറ്റേണ്ട ടൈമായി. ഭയങ്കരമായിട്ട് അഴുക്കാം. ഒരു എന്താ പറയണേ, അഴുക്കായിട്ട് ഒരിടത്ത് കൊണ്ടുപോയി വയ്ക്കാൻ എങ്ങനെ എനിക്ക് ചാർജറിനെ കാണാൻ. അതുകൊണ്ട് ഗൈസ്, സാംസങ്ങിന്റെ ശ്രദ്ധയ്ക്ക് മാക്സിമം ഇനി അടുത്തടുത്ത് കേബിള് വേറെ വേറെ കളറിൽ കൊടുക്കാൻ തുടങ്ങും. ഓക്കെ, നമുക്ക് ഫോണിലോട്ട് വരാം. ഫോണ് അൺബോക്സിംഗ് എന്ന് വെച്ചാൽ പൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അൺബോക്സ് ചെയ്യുന്നത്. ആൾറെഡി അൺബോക്സ് ചെയ്ത് എന്നാലും നിങ്ങൾക്ക് വേണ്ടി നേവി ബ്ലൂ കളറാണ് ഗൈസ്. ആക്ച്വലി ആ ഒരു പിങ്ക് കളറായിരുന്നു ചോദിച്ചത്. അപ്പോൾ ഇന്നലെയാണ് ഫോൺ എടുത്തത്. ഫോൺ എടുത്തതിന് തന്നെ അതിൻ്റെ ഒരു ടെമ്പേർഡ് ഗ്ലാസ് 100 രൂപ, പിന്നെ ഒരു പൗച്ചും കൂടെ വാങ്ങിച്ചായിരുന്നു. ജസ്റ്റ് ഇതുപോലെ ഒരു പൗച്ച്, ഇതും 100 രൂപ. അങ്ങനെ 200 രൂപയ്ക്ക് ഫോണിന് നമ്മൾ സേഫ്റ്റി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫിറ്റിങ്സ് ആണ്, സെറ്റാണ്. 100 രൂപയ്ക്ക് സെറ്റ് ടെമ്പേർഡ് ആൻഡ് സെറ്റ് ബാക്ക് കവർ, ഒരു മെത്ത പോലത്തെ ബാക്ക് കവറാണ് ഗൈസ്. ഇങ്ങനെയുണ്ട്. ഇപ്പോൾ ഗൈസ്, ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ അവർ തന്നെ അവിടുത്തെ ഈ ടെമ്പേർഡ് ഗ്ലാസ്, ബാക്ക് കവർ, ടെമ്പേർഡ് ഗ്ലാസ് ഇതിന് പറഞ്ഞ റേറ്റ് A35 പറഞ്ഞ റേറ്റ് 350 ബാക്ക് കവറിന് 200, അങ്ങനെ 550 അവിടുത്തെ ഷോപ്പിൽ ചോദിച്ചു. ഗൈസ്, ഈ ഫോൺ വാങ്ങി നമ്മളെ പോലത്തെ സാധാരണ ആൾക്കാർ ഫോൺ വാങ്ങിക്കുമ്പോൾ മാക്സിമം ഈ ടെമ്പേർഡ് ഗ്ലാസ് ഇതൊക്കെ നമ്മുടെ സാധാരണ അക്സസറി ഷോപ്പിലൊന്ന് വാങ്ങിച്ചിടാൻ നോക്കുക. അത്രേ ആവശ്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്പ്ലേ അത്യാവശ്യം കൊള്ളാം ഗൈസ്, സൂപ്പറായിട്ടാണ്. പാസ്വേഡ് വരെ ഇട്ടിട്ട് പറ്റിക്കുന്നു. ജസ്റ്റ് ഇങ്ങനെയുണ്ട് ഗൈസ് ഫോണ്. ഡിസ്പ്ലേ പൊളിയല്ലേ. അത്യാവശ്യം ബ്രൈറ്റ്നസ്, നല്ല കട്ട ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ അവർ ഈ ഡിസ്പ്ലേയുടെ പ്ലസ് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അത് വന്നിട്ട് 3000 സംതിങ് രൂപ എത്ര ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് എത്ര പ്രാവശ്യം ഫോൺ തറയിൽ വീണാലും ഇത്രയും ഡിസ്പ്ലേ പൊട്ടിപ്പോയാലും അവർ മാറ്റി തരുമെന്ന് ഫ്രീ ആയിട്ട്. നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ ഈ പ്ലസ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എക്സ്ട്രാ 3000 രൂപ, ഞാൻ സാധാരണക്കാരുടെ കാര്യമാണ് പറയണത്. നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴും എന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ മാത്രം പ്ലസ് ഇടുക, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക, അതിലോട്ടൊന്ന് നോക്കുക. അപ്പോൾ ഫോണിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഇതിന്റെ സോഫ്റ്റ്വെയർ വെർഷൻ എന്ന് പറയുന്നത് One UI 6.0 പിന്നെ ആൻഡ്രോയിഡ് വെർഷൻ 14 ആണ് വരുന്നത്. ഇതുവരെ ആൻഡ്രോയിഡ് 15 വന്നിട്ടില്ല. One UI പുതിയ അപ്ഡേറ്റും തന്നിട്ടില്ല.
ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആയി. എല്ലാ ഫോണിനും അപ്ഡേറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഇതിൽ കിട്ടിയിട്ടില്ല ഗൈസ് അപ്ഡേറ്റ്. ആ ഫോൺ വാങ്ങിച്ച അന്ന് തന്നെ ഒരു അപ്ഡേറ്റ് കിട്ടായിരുന്നു, ഒരു സെക്യൂരിറ്റി പാച്ചിലാൻ്റെ അപ്ഡേറ്റ്. അപ്ഡേറ്റ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ ഈ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേറ്റ് ശകലം ലേറ്റ് ആണെന്നാണ് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ഡിസ്പ്ലേ ഒന്ന് ആരംഭിക്കാം. അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ ടൈപ്പ് വന്നിട്ട് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്, LED ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്, നല്ല ഡീപ് ബ്ലാക്ക്സ് ആണ്, കാണാൻ പൊളിയാണ്. ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്ന് ഒരു കുറവില്ല. സാംസങ്ങിന്റെ എല്ലാ ഡിസ്പ്ലേയും തന്നെ കാണാൻ നന്നായിട്ടുണ്ട്. ആൻഡ് റെസൊല്യൂഷൻ വന്നിട്ട് 1080 ഫുൾ HD പ്ലസ് തന്നെയാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ കോർണിംഗ് പോലുള്ള ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ്. ബാക്കിൽ വന്നിട്ട് ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ്. സ്ക്രീൻ സൈസ് വന്നിട്ട് 6.6 ഇഞ്ചിന്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ്. നല്ല ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ബെസലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇതിന്റെ റേറ്റ് വന്നിട്ട് 27 ആണ്. അപ്പൊ 27-ന് ഇത്രയും ബെസലുള്ള ഒരു ഫോണ് ബാക്കിയുള്ള ബ്രാൻഡിൽ നോക്കുമ്പോൾ ബെസൽസ് എല്ലാം നന്നാ കുറവായിരിക്കും. അപ്പോൾ ഇതിൽ അത്യാവശ്യം ബെസൽസ് ഉണ്ട്, എന്നാലും ഡിസ്പ്ലേ കാണാൻ കൊള്ളാം. അടുത്ത് ഡിസൈനിലോട്ട് വന്നു കഴിഞ്ഞാൽ ശകലം വലിയ ഫോണാണ്. അപ്പോൾ ഈ വലിയ ഫോൺ മീൻസ് ഉദ്ദേശിച്ചത് ഇതിന്റെ തിക്നെസ് തന്നെ 8.2 mm തിക്നെസ് ആണ്. ശകലം തിക്നെസ് കൂടുതലുണ്ട്. നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ ശകലം എന്താ പറയുക, കുറച്ച് തിക്കായിട്ട് കാണും. ഒരു ഹെവി ഫോൺ യൂസ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്. 209 gram ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. IP67 റേറ്റിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. IP67 റേറ്റിംഗ് 27,000 ഇപ്പോൾ നമുക്ക് മോട്ടോറോള Edge 50 ആണെങ്കിൽ മാക്സിമം IP60 റേറ്റിംഗ് എല്ലാം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. സാംസങ് ഇതുപോലത്തെ ബഡ്ജറ്റ് ഫോണുകളിൽ മാക്സിമം IP68 69 കൊണ്ടുവരേണ്ടതാണ്. അടുത്ത ഗൈസ് ഇതിന്റെ ബാറ്ററി, അവിടെയാണ് പഞ്ചായത്ത്. ഐ മീൻ അറിയാലോ, ചാർജറില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ പഴയ ചാർജർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഫോണ് ഇതിന്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 5000 mAh ബാറ്ററിയാണ്. അതുപോലെ ക്വിക്ക് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 25 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ബാറ്ററി ടെസ്റ്റ് ആൻഡ് ബാറ്ററി ഡ്രെയിനിങ് ടെസ്റ്റിന്റെ വീഡിയോസ് എല്ലാം നമ്മൾ അടുത്തടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഗൈസ് ഇതിന്റെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 2.2 ആണ്. ഒരു 3.1 ഉണ്ടെങ്കിൽ തന്നിരിക്കാമായിരുന്നു. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, അവന്റെ അത്യാവശ്യം യൂസ് ഒക്കെ നടന്നു പോകുന്നുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, സ്നാപ്ചാറ്റ്, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം അങ്ങനെയൊക്കെ കുഴപ്പമില്ലാതെ ലാഗില്ലാതെ സ്റ്റാറ്റസ് ഒന്നും ഇല്ലാതെ തന്നെ പോകുന്നുണ്ട്. ഇതിൽ 12 5G ബാൻഡ്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. 5Gയിലൊന്നും ഒരു കുഴപ്പമില്ല. 5G ഒക്കെ നന്നായി ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് കോൾ കണക്ഷൻ ഒക്കെ കുഴപ്പമില്ല. കോൾ ഡ്രോപ്സ് അങ്ങനെ ഒന്നും യാതൊരു പ്രശ്നവും ഇതിൽ വരുന്നില്ല. കോൾ ക്വാളിറ്റി നന്നായിട്ടുണ്ട്. സാർ വാല്യൂ ഞാൻ കാണിച്ചു തരും. സാർ വാല്യൂ മാക്സിമം കുറവ് തന്നെയാണ്. സാർ വാല്യൂ ചെക്ക് ചെയ്യാനുള്ള കോഡ് അറിയാലോ, *#07# ആണ്. അപ്പോൾ ഇതിന്റെ സാർ വാല്യൂ എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ് കാണുന്നുണ്ടോ? എത്രയും പെട്ടെന്ന് നല്ലൊരു ഫോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. കണ്ടല്ലോ, ഇപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല കട്ട സപ്പോർട്ട് ചെയ്യുക. എങ്കിലേ നമുക്ക് അടുത്തടുത്ത് പ്രോഡക്റ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്യാനും നമ്മുടെ വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിലിട്ടേക്കാം, നിങ്ങൾക്ക് സാർവിൽ കാണാൻ പറ്റും. 8.813 ആണ് സാർ വാല്യൂ. ലിമിറ്റിനകത്താണുള്ളത്. ഇപ്പോൾ പെർഫോമൻസ് സൈഡ്, അപ്പോൾ ഈ സൈഡ് വരുമ്പോഴാണ് എന്താ പറയുക, ഒരു 27,000 രൂപ ബഡ്ജറ്റ് സെഗ്മെന്റിൽ കുറച്ചുകൂടി നല്ലൊരു പ്രോസസ്സർ കൊടുത്തിരിക്കാമെന്ന് തോന്നി. അതായത് MediaTekന്റെ ഏതെങ്കിലും ഒരു 7300 അങ്ങനെ ഒരു പ്രോസസ്സർ കൊടുത്തിരിക്കാമെന്ന് തോന്നി. കാരണം ഇതിൽ വരുന്നത് സാംസങ്ങിന്റെ Exynos 1380 ആണ്. ഇപ്പോൾ 2.4 GHz ക്ലോക്ക് സ്പീഡിലുള്ള ഒരു നോർമൽ യൂസേജിനൊക്കെ പറ്റിയ ഒരു പ്രോസസ്സറാണ് വരുന്നത്. പെർഫോമൻസ് സൈഡ് നമ്മൾ നോക്കുമ്പോൾ 5 nanometerന്റെ ഒരു പ്രോസസ്സർ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്സ് എല്ലാം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് റൺ ആവുന്നുണ്ട്. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് അത്യാവശ്യം ഇതിലൊക്കെ അങ്ങനെ ലാഗോ സ്റ്റാറ്റസോ ഒന്നും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ശരി, സ്നാപ്ചാറ്റ് ആൻഡ് വാട്സപ്പ് ആൻഡ് സ്പോട്ടിഫൈ ശകലം ചെറിയൊരു ലോഡിങ്, അതെ ആ പ്രോസസ്സർ ഞാൻ പറഞ്ഞില്ലേ. ആൻഡ് ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ ലോഡിങ് ടൈംസ് അങ്ങനെ ഉണ്ട്.
എന്നാലും വലിയൊരു ലാഗോ ഒരു സ്ലോനോസോ ഞാൻ ഇതിലൊരു ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഗാലറി, പ്ലേ സ്റ്റോർ, ബാക്ക്ഗ്രൗണ്ടിലായിരുന്നാലും ശരി ആപ്ലിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് റൺ ആവുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ആൻഡ് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടിൽ ആപ്സ് നല്ല രീതിയിൽ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ആപ്പ് മാനേജ്മെന്റ് എല്ലാം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ എക്സിനോസ് പ്രോസസറിന്റെ പ്രോബ്ലം നമ്മൾ എടുക്കുമ്പോൾ ഫോൺ എടുക്കുന്ന ടൈമിൽ അങ്ങനെ അറിയാനൊന്നും പറ്റത്തില്ല. ഫോൺ അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. 1-2 വർഷം കഴിയുമ്പോഴാണ് അതിന്റെ ഒരു പണി തുടങ്ങുന്നതാണ് എല്ലാവരും പറയുന്നത്. ബട്ട് എൻ്റെ അനിയൻ ഇതിനു മുമ്പും സാംസങ്ങിന്റെ A20 ഫോണാണ് യൂസ് ചെയ്യുന്നത്. 5 വർഷം അത്യാവശ്യം ലാഗും ഒരു 2-3 വർഷം വരെ അത്യാവശ്യം നന്ന രീതിയിൽ ഗെയിമൊക്കെ കളിക്കുമായിരുന്നു. ആ പഴയ ഫോണിൽ A20 ഇല്ല, അതിൽ പബ്ജി, ഫ്രീ ഫയർ ഒക്കെ കളിക്കുമായിരുന്നു. പക്ഷെ അതിലിങ്ങനെ വലിയ ലാഗൊന്നും, ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അതിന്റെ പബ്ജിയുടെ സൈസൊക്കെ കൂടി കൂടി വന്നു. അതിനുശേഷം ഫോൺ വരെ ഇതായിരുന്നു. നമുക്ക് നോക്കാം, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മാക്സിമം ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന്റെ അപ്ഡേറ്റ് ഒക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം വിട്ടുപോയല്ലേ, ക്യാമറയെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. എൻ്റെ ക്യാമറ ടെസ്റ്റ് ചെയ്യാം നമുക്ക്. ക്യാമറയുടെ കുറേ സാമ്പിൾസ് എടുക്കാം. വീഡിയോസ് എങ്ങനെയുണ്ട്, വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്, സ്റ്റെബിലൈസേഷൻ എന്നുള്ള വീഡിയോസ് എല്ലാം നമ്മൾ അടുത്ത വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, സ്റ്റേ ട്യൂൺഡ് ആൻഡ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് നമുക്ക് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ.